1857 മഹത്തായ കലാപം. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കപ്പെട്ട 1857 വിപ്ലവം, മഹത്തായ ഇന്ത്യൻ കലാപം, ശിപായി ലഹള, ഉയർത്തെണീക്കൽ തുടങ്ങി വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. സാമൂഹികവും സാമ്പത്തികവും മതപരവും സൈനികപരവും ഭരണപരവുമായ വിവിധ കാരണങ്ങളാണ് 1857 മഹത്തായ കലാപത്തിലേക്ക് വഴിതെളിച്ചത്. കലാപത്തിന് കാരണമായ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. രാഷ്ട്രീയവും സാമൂഹികവും സൈനികവും സാമ്പത്തികവും ഭരണപരവുമായ നിരവധി ഘടകങ്ങൾ 1857 മഹത്തായ കലാപത്തിന് കാരണമായി. 1848 ഡൽഹൗസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമമായിരുന്നു കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങളിലൊന്ന്. സത്താറ, ജയ്പൂർ, സാമ്പൽപൂർ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ തുടങ്ങിയ വിവിധ നാട്ടുരാജ്യങ്ങളെ ദത്തവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തത് ഭരണാധികാരികളെയും ജനങ്ങളെയും അസ്വസ്ഥരാക്കി. 1857 പോസ്റ്റ് ഓഫീസ് നിയമവും 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമവും വെല്ലസ്ലി പ്രഭുവിൻ്റെ സൈനിക സഹായ വ്യവസ്ഥയും കലാപത്തിലേക്ക് വഴി തുറക്കാൻ കാരണമായി. 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് പ്രകാരം ഇന്ത്യൻ സൈനികർ യുദ്ധത്തിനായി വിദേശ രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിക്കാൻ നിർബന്ധിതരാക്കപ്പെട്ടു. വിദേശയാത്ര ജാതിഭ്രഷ്ടിനിടയാക്കും എന്ന് സൈന്യത്തിലെ ഹിന്ദുക്കൾ ഭയപ്പെട്ടു. 1824 ബരക്പൂറിലെ 47-ാം റെജിമെൻറ്റിനോട് ബർമയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ശിപായികളുടെ അസന്തുഷ്ടി ആദ്യം പ്രകടമായത്. സൈന്യത്തിലെ ഇന്ത്യൻ ഭടന്മാരെ ശിപായികൾ എന്നു വിളിച്ചതും താടി, തലപ്പാവ്, കുറി എന്നിവ ധരിക്കുന്നതിന് സൈനികർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതും കലാപത്തിലേക്ക് വഴിതെളിച്ചു. ഡൽഹൗസി പ്രഭുവിൻ്റെ സാമ്രാജ്യത്വ വികസന നയം ഇന്ത്യൻ നാടുവാഴികളുടെയും നാട്ടുരാജാക്കന്മാരുടെയും ഇടയിൽ സംശയവും പരിഭ്രാന്തിയുമുണ്ടാക്കി. ജാതി മതഭേദമന്യേ എല്ലാ ജനവിഭാഗങ്ങളെയും അസ്വസ്ഥരാക്കുന്നതായിരുന്നു ഡൽഹൗസിയുടെ സാമ്രാജ്യ വികസന നയങ്ങൾ. ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് അനുവദിച്ച ശമ്പളമോ സേവന വേതന വ്യവസ്ഥകളോ ഇന്ത്യൻ സൈനികർക്ക് നൽകിയിരുന്നില്ല. ഇന്ത്യൻ സൈനികരെ വിശ്വാസത്തിലെടുക്കാനോ ഉയർന്ന പദവികൾ നൽകാനോ ബ്രിട്ടീഷുകാർക്ക് തുല്യമായി കാണാനോ വിമുഖത കാണിച്ച ബ്രിട്ടീഷ് നയം സൈന്യത്തിലെ ഇന്ത്യൻ ഇംഗ്ലീഷ് അകൽച്ചയ്ക്ക് കാരണമായി. മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചതും പേർഷ്വ ബാജിറാവു രണ്ടാമൻ്റെ പുത്രനായ നാനാ സാഹേബിന് പെൻഷൻ നിഷേധിച്ചതും ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയെ സ്ഥാനഭ്രഷ്ടയാക്കിയതും ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയെ ലയിപ്പിച്ചതും ജനങ്ങൾക്കിടയിൽ അസംതൃപ്തിയും അസ്വസ്ഥതയും വർദ്ധിപ്പിച്ചു. കലാപത്തിലേക്ക് നയിച്ച പെട്ടെന്നുള്ള കാരണം. 1857 ഇന്ത്യൻ ക്യാമ്പിൽ ഉപയോഗിക്കാൻ ആരംഭിച്ച എൻഫീൽഡ് തോക്കിലെ വെടിയുണ്ടകൾ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയതാണെന്നുള്ള കിംവദന്തി പരന്നു. വിവാദമായ തോക്കും തിരകളും ഉപയോഗിക്കാൻ സൈന്യത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിസമ്മതിച്ചു. പശുവിനെ ഹിന്ദുക്കൾ അവരുടെ വിശിഷ്ട മൃഗമായും പന്നികളെ മുസ്ലിങ്ങൾ നികൃഷ്ട മൃഗമായും കരുതിയിരുന്നു. ഭടന്മാർക്ക് വെടിയുണ്ടകൾ തോക്കിൽ നിറയ്ക്കുന്നതിനു മുമ്പ് അവ പല്ലുകൊണ്ട് ഒരറ്റത്ത് കടിച്ചു പിടിച്ചു വേണം തോക്കിലേക്ക് നിറയ്ക്കാൻ. കൊഴുപ്പ് ഉപയോഗിച്ചുള്ള കടിച്ചു തുറക്കേണ്ടിയിരുന്ന തിരയും മറ്റും ഉപയോഗിക്കുന്നത് തങ്ങളുടെ മതവികാരത്തിനും ആത്മാഭിമാനത്തിനും എതിരാണെന്ന ഇന്ത്യൻ സൈനികരുടെ പ്രഖ്യാപനം 1857 മഹത്തായ കലാപത്തിൻ്റെ പെട്ടെന്നുള്ള കാരണമായി മാറി. പുതുതായി കൊണ്ടുവന്ന എൻഫീൽഡ് റൈഫിലുകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ബെരാംപൂരിലെ 19-ാം ദേശീയ കാലാൾപ്പടയെ 1857 മാർച്ചിൽ പിരിച്ചുവിട്ടിരുന്നു. പിന്നീട് 34-ാം തദ്ദേശീയ കാലാൾപ്പടയെയും ഔദിലെ 7-ാം റെജിമെൻറ്റിനെയും പിരിച്ചുവിട്ടു. ലഹളയുടെ ആരംഭവും പുരോഗതിയും. 1857 മെയ് 10 മീററ്റിലാണ് ലഹള ആദ്യമായി ആരംഭിച്ചത്. മീററ്റിൽ ലഹള ആരംഭിച്ചതിനെ തുടർന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും അവരുടെ വീടുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഔദ്, ബുന്ദേൽഖണ്ഡ്, റോഹിൽഖണ്ഡ്, മധ്യേന്ത്യ എന്നിവ കലാപത്തിൻ്റെ ശക്തിദുർഗങ്ങളായി. സൈനികരിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ കൈവരിക്കാൻ സാധിച്ചു. വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുക്കുകയും അവസാന മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കലാപത്തെ ബ്രിട്ടീഷുകാർ നിർദാക്ഷിണ്യം നേരിടുകയും നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരെ വധിക്കുകയും കലാപത്തെ അടിച്ചമർത്തുകയും ചെയ്തു.
പരാജയ കാരണങ്ങൾ. 1857 കലാപം രാജ്യവ്യാപകമായിരുന്നില്ല. സിന്ധ്, രാജസ്ഥാൻ, കിഴക്കൻ ബംഗാൾ തുടങ്ങിയ ഇടങ്ങളിൽ ഇത് ഒരു ചലനവും ഉണ്ടാക്കിയില്ല. കലാപം ബംഗാളികളായ സൈനികർക്കിടയിൽ മാത്രം ഒതുങ്ങി. മദ്രാസിലെയും ബോംബെയിലെയും സൈനികർ കലാപത്തിൽ പങ്കുചേർന്നില്ല. ഝാൻസിയിലെ റാണിയും മറ്റു ചിലരും ഒഴികെ പല നാട്ടുരാജാക്കന്മാരും നാടുവാഴികളും ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്തുകയാണുണ്ടായത്. കലാപത്തിന് സുസംഘടിതമായ നേതൃത്വമോ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പദ്ധതികളോ ഉണ്ടായിരുന്നില്ല. മികച്ച നേതൃത്വത്തിന്റെ അഭാവം പ്രധാന പരാജയ കാരണമായി. കലാപം ദേശീയ സ്വഭാവമുള്ളതായിരുന്നില്ല. ബഹദൂർ ഷാ നേതൃത്വം നൽകുന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനം പേർഷ്വായെ അനുകൂലിച്ച ഒരു വിഭാഗത്തിന് തീരെ സ്വീകാര്യമായിരുന്നില്ല. ബ്രിട്ടീഷ് സേനയിലെ പകുതിയോളം ഇന്ത്യൻ ഭടന്മാർ കലാപത്തിൽ നിന്നു വിട്ടുനിന്നു. വിദേശ ഭരണത്തോടുള്ള പൊതുവിരോധമൊഴിച്ച് കലാപകാരികൾക്ക് പൊതുവായ രാഷ്ട്രീയ ആശയമോ ആദർശ ലക്ഷ്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പഴഞ്ചൻ യുദ്ധോപകരണങ്ങളും യുദ്ധരീതികളുമാണ് കലാപകാരികൾക്ക് ഉണ്ടായിരുന്നത്. സാങ്കേതിക മേന്മ, വിഭവശേഷി, ശക്തരായ സൈനിക നേതൃത്വം, ആധുനിക യുദ്ധരീതികൾ, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്ക് മേൽക്കൈ സാധ്യമാക്കി. വിപ്ലവത്തിന്റെ ഫലങ്ങൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും കൂടിയുള്ള ദ്വിഭരണം അവസാനിക്കുകയും ഇന്ത്യയിലെ ഭരണം ഇംഗ്ലീഷ് ഭരണ മേധാവിയുടെ നേരിട്ടുള്ള ചുമതലയിലാക്കുകയും ചെയ്തു. ഗവർണർ ജനറലിന്റെ സ്ഥാനപ്പേര് വൈസ്രോയി എന്നാക്കി മാറ്റി. ബോർഡ് ഓഫ് കൺട്രോളിന്റെ സ്ഥാനത്ത് ഇന്ത്യയുടെ ഭരണപരമായ കാര്യങ്ങൾക്കായി ക്യാബിനറ്റ് പദവിയിലുള്ള ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് നിയമിതനായി. കലാപത്തിനു ശേഷം ഗവൺമെന്റ് സൈനിക ഘടനയിൽ മാറ്റം വരുത്തി. ബംഗാൾ സേനയിൽ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം 2:1 എന്നാക്കി മാറ്റി. 1857 കലാപം ആധുനിക ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിനും വളർച്ചയ്ക്കും ഗണ്യമായ സംഭാവനകൾ നൽകി. ഇത് ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഇന്ത്യയിൽ മുഗൾ വംശത്തിന്റെ അന്ത്യം കുറിക്കപ്പെട്ടു. എന്നിവയാണ് കലാപത്തിന്റെ പ്രധാന ഫലങ്ങൾ. വിവിധ സ്ഥലങ്ങളിലായി 1857 കലാപത്തിന് നേതൃത്വം നൽകിയവർ ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ എന്നിവരായിരുന്നു. ഝാൻസി റാണി ലക്ഷ്മിഭായ്, ഔദിലും ലക്നൌവിലും ബീഗം ഹസ്രത് മഹൽ, കാൺപൂർ നാനാ സാഹിബ് താന്തിയത്തോപ്പി എന്നിവർ. ആറ ജഗദീഷ്പൂർ എന്നറിയപ്പെടുന്ന ആറയിൽ കൺവർ സിംഗ്, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, മാണ്ടസോർ ഫിറോസ് ഷാ, ബറൗട്ട് ഷാമൽ, മഥുര ദേവി സിംഗ്, ഹരിയാന റാവു തുലാറാം, രാജസ്ഥാനിലെ കോട്ട ജയ്ദയാൽ ഹർദയാൽ, അലഹബാദ് ലിയാഖത്ത് അലി, മുറാദാബാദ് അബ്ദുൾ അലി ഖാൻ, ബറേലി ഖാൻ ബഹാദൂർ ഖാൻ, അസം മണിറാം ദത്ത, കുളു രാജാ പ്രതാപ് സിംഗ്, ഖൊരഗ്പൂർ ഗജാദർ സിംഗ്. 1857 കലാപത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ. ശിപായി ലഹള, എൽ സ്റ്റാൻലി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, വിനായക ദാമോദർ സവർക്കർ. ക്രിസ്തുമതത്തിനെതിരെയുള്ള മതപരമായ യുദ്ധം, LER റേസ്. പരിഷ്കാരവും അപരിഷ്കൃതത്വവും തമ്മിലുള്ള സംഘർഷം, TR ഹോംസ്. ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ല, RC മജുംദാർ. കാലത്തെ തിരിച്ചുവയ്ക്കാനുള്ള യാഥാസ്ഥിതിക ഘടകങ്ങളുടെ ശ്രമം, SN സെൻ. ഫ്യൂഡൽ റിവോൾട്ട്, MN റോയ്. ദേശീയ കലാപം, ബെഞ്ചമിൻ ഡിസ്രയേലി. കൈമോശം വന്ന മഹത്വം വീണ്ടെടുക്കാനുള്ള അവസാന ശ്രമം, താരാചന്ദ്. സൈനിക കലാപം, പേഴ്സിവൽ സ്പിയർ തുടങ്ങിയവയാണ് ഈ കലാപത്തിന് മറ്റുള്ളവർ നൽകിയ വിശേഷണങ്ങൾ. കലാപം പ്രതിപാദ്യമായ പുസ്തകങ്ങൾ. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857, VD സാവർക്കർ. 1857 ദി ഗ്രേറ്റ് റെബല്യൻ, അശോക് മെഹ്ത്ത. 1857 സുരേന്ദ്രനാഥ് സെൻ. ദ സിപ്പോയ് മ്യൂട്ടനി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857, RC മജുംദാർ. ദ ഡെവിൾസ് ട്രാപ്പ്, ജെയിംസ് ബാൻക്രോഫ്റ്റ്. ദ റിവോൾട്ട് ഇൻ ഹിന്ദുസ്ഥാൻ, എലിവിൻ വുഡ്.
The First War of Independence, 1857 to 1859. Karl Marx and Friedrich Engels. The Causes of Indian Revolt, Sir Syed Ahmad Khan. The Tale of the Great Mutiny, W.H. Fitchett. The Indian Mutiny, A Centenary History, Richard Hilton. Macha Pravas, Vishnubhat Godse. Amritam Tedi, Malayattur Ramakrishnan.